മാർച്ച് മാസത്തെ ഏറ്റവും താഴ്ന്ന ലെവലിൽ നിന്നും ഇന്ത്യൻ മാർക്കറ്റ് 5.5% ഉയർന്നതോടുകൂടി മാർക്കറ്റിലെ ബുള്ളിഷ് സെന്റിമെന്റ് വർദ്ധിച്ചിരിക്കുകയാണ്. നിഫ്റ്റി 50 ബോട്ടം ലെവലിൽ നിന്നും 1000 പോയിന്റും സെൻസെക്സ് 3500 പോയിന്റുമാണ് ഉയർന്നത്. ഇൻഡെക്സുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബ്രോഡർ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇൻഡെക്സ് 5.5% ഉയർന്നപ്പോൾ ബ്രോഡർ മാർക്കറ്റ് 7.5 മുതൽ 8%-ഓളം ഉയർന്നു. മാർക്കറ്റിലെ പല സ്റ്റോക്കുകളും കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 10%-ന് മുകളിൽ റിട്ടേൺ നൽകുകയും ചെയ്തു. മെറ്റൽ, പവർ, ഡിഫൻസ്, ഹോസ്പിറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകൾ 10%-ലേറെ ഉയർന്നു. അതേസമയം IT സെക്ടറിലെ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് അത്ര മികച്ചതല്ല. കൺസ്ട്രക്ഷൻ സെക്ടറിലെയും അഗ്രികൾച്ചർ സെക്ടറിലെയും കേബിൾ ആൻഡ് വയർ തുടങ്ങിയ സെക്ടറിലെ സ്റ്റോക്കുകളിൽ 6%-ഓളം ഇടിവ് വരികയും ചെയ്തു. ഇനി ഇൻഡെക്സിൻ്റെ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാം. 50 ഓഹരികൾ അല്ലെങ്കിൽ 50 സ്റ്റോക്കുകൾ അടങ്ങിയ ബെഞ്ച് മാർക്ക് ഇൻഡെക്സായ നിഫ്റ്റി ബോട്ടം ലെവലിൽ നിന്നും 1400 പോയിന്റ് ഉയർന്നു. വെള്ളിയാഴ്ച 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് അടുത്തേക്ക് മാർക്കറ്റ് എത്തുകയും ചെയ്തു. 20 ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജ് റേഞ്ചിനെ മാർച്ച് 17-ാം തീയതി മാർക്കറ്റ് മറികടന്നിരുന്നു. 20 ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജ് റേഞ്ച് മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. 20 ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ നിന്നും മാർക്കറ്റ് ഏകദേശം 900 പോയിന്റ് ഉയരുകയും ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി 50-ലെ 50 സ്റ്റോക്കുകളിൽ 34 സ്റ്റോക്കുകളും 20 ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിലാണ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയിരിക്കുന്നത്. 12ഓളം സ്റ്റോക്കുകൾ 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനെ മറികടക്കുകയും ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് നിഫ്റ്റി 50-യേക്കാളും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. 150 സ്റ്റോക്കുകൾ ഉൾപ്പെടുന്ന മിഡ് ക്യാപ്പ് ബോട്ടം ലെവലിൽ നിന്നും 10%-ഓളം ഉയർന്നു, അല്ലെങ്കിൽ 4800 പോയിന്റ് ഉയർന്നു. ഓൾ ടൈം ഹൈയിൽ നിന്നും 23% ഇടിഞ്ഞതിന് ശേഷമാണ് 10%-ഓളം റിക്കവറി വന്നിരിക്കുന്നത്. എന്നാലും 114ഓളം സ്റ്റോക്കുകൾ 20 ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ ട്രേഡ് ചെയ്യുന്നത് മാർക്കറ്റിൻ്റെ ട്രെൻഡിനെ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റിനെ ബിയറിഷിൽ നിന്നും ബുള്ളിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ 26ഓളം ഷെയറുകൾ 200 ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജ് റേഞ്ചിനെ മറികടക്കുകയും ചെയ്തു. ഈ സ്റ്റോക്കുകളിൽ വീണ്ടും ബൈയിങ് മൊമെൻറ്റം വരാനുള്ള സാധ്യത കൂടുതലാണ്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആയിരുന്നു ഏറ്റവും അധികം കറക്ഷൻ അഭിമുഖീകരിച്ച ഒരു ഇൻഡെക്സ്. ഓൾ ടൈം ഹൈയിൽ നിന്നും 27% ഇടിഞ്ഞതിന് ശേഷം ബോട്ടം ലെവലിൽ നിന്നും 12%-ഓളം റിക്കവർ ആവുകയും ചെയ്തു. 20 ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ 13%-ഓളം സ്റ്റോക്കുകൾ ഇപ്പോൾ 20 ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ നിന്നും 13%-ഓളം റിക്കവർ ആവുകയും ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിലെ 116 ഷെയറുകൾ 20 ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിലും 122ഓളം ഷെയറുകൾ 200 ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജ് റേഞ്ചിനും താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതെല്ലാം വരും സമയങ്ങളിൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിലും റിക്കവറി വരാനുള്ള സാധ്യതയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഓവറോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് നമ്മൾ പരിശോധിച്ചാൽ പല സ്റ്റോക്കുകളും 20 സിമ്പിൾ മൂവിംഗ് ആവറേജ് റേഞ്ചിനെ മറികടന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് മാർക്കറ്റിൽ വന്ന സെൻറ്റിമെൻറ്റിനെ ബിയറിഷിൽ നിന്നും ബുള്ളിഷിലേക്ക് മാറിയതായി സൂചിപ്പിക്കുന്നു. അതേസമയം 200 ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ലോങ് ടൈമിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള റാലി വരും സമയങ്ങളിൽ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതും വരും സമയങ്ങളിലും ബുള്ളിഷ് മൊമെൻറ്റം തുടരാൻ സാധ്യതയുള്ളതുമായ ഒരു സ്റ്റോക്കിനെ പരിചയപ്പെടാം. സ്റ്റോക്കിൻ്റെ പേര് കല്യാൺ ജുവലേഴ്സ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ കല്യാൺ ജുവലേഴ്സ് 3.6% ഉയർന്ന് 484 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. കല്യാൺ ജുവലേഴ്സ് എന്ന സ്റ്റോക്കിൽ ICICI സെക്യൂരിറ്റീസ് ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികൾ ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് വെച്ച് പുലർത്തുന്നു. 520 രൂപയുടെ ടാർഗറ്റ് അനലിസ്റ്റുകൾ നൽകുന്നുമുണ്ട്. സ്വർണത്തിൻ്റെ വിലയിലുണ്ടായ വർധനവും ജ്വല്ലറി സെക്ടറിലെ കമ്പനികൾ തമ്മിലുള്ള കടുത്ത കോമ്പറ്റീഷനും കല്യാൺ ജുവലേഴ്സിൻ്റെ പെർഫോമൻസിനെ ബാധിച്ചിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കൂടാതെ മാരേജ് സീസണിലെ ശക്തമായ ഡിമാൻഡും കമ്പനിയുടെ അഗ്രസീവ് എക്സ്പാൻഷൻ പ്ലാനും കല്യാൺ ജുവലേഴ്സിൻ്റെ വളർച്ചയ്ക്ക് വേഗം വരുത്തുന്ന ചില പ്രധാന ഘടകങ്ങളാണ്. കല്യാൺ ജുവലേഴ്സിൻ്റെ അഗ്രസീവ് ബ്രാൻഡ് അക്വിസിഷൻ, കൂടാതെ കമ്പനിയുടെ ബ്രാൻഡ് പവർ, കമ്പനിയുടെ മാനേജ്മെൻറ്റ്, ലീഡർഷിപ്പ് എന്നിവയുടെ കാര്യക്ഷമത എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് ദീർഘകാലത്തേക്ക് ICICI സെക്യൂരിറ്റീസ് ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികൾ ബൈ എന്ന റേറ്റിംഗ് നൽകിയത്. കഴിഞ്ഞ ക്വാർട്ടറിൽ കാണാൻ സാധിച്ച അതേ രീതിയിലുള്ള വളർച്ച ഈ ക്വാർട്ടറിലും തുടരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ 9 മാസം കൊണ്ട് കല്യാൺ ജുവലേഴ്സ് ടൈറ്റാൻ എന്ന മാർക്കറ്റ് ലീഡർ സ്റ്റോക്കിനെ ബീറ്റ് ചെയ്ത പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ടൈറ്റാൻ്റെ വാർഷിക വളർച്ച 20%-നടുത്ത് രേഖപ്പെടുത്തിയപ്പോൾ കല്യാൺ ജുവലേഴ്സിൻ്റെ വാർഷിക വളർച്ച 35%-നടുത്താണ്. കൂടാതെ കമ്പനിയുടെ ഫാസ്റ്റ് ഫാഷൻ ജ്വല്ലറി ബ്രാൻഡായ കാൻഡെയറിൻ്റെയും വിപുലീകരണം നടക്കുകയാണ്. കല്യാൺ ജുവലേഴ്സ് ഫ്രാഞ്ചൈസി മോഡൽ വഴി പ്രതിവർഷം 90 പുതിയ ഷോറൂമുകൾ ഓപ്പൺ ചെയ്യാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഈ വർഷം 49 പുതിയ ഷോറൂമുകൾ കമ്പനി ഓപ്പൺ ചെയ്യുകയും ചെയ്തു. എന്നിട്ടും കല്യാൺ ജുവലേഴ്സിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് ഫാക്റ്റ് ഗോൾഡ് മാർജിൻ ലോണിലുണ്ടായിരിക്കുന്ന വർധനവാണ്. ഗോൾഡ് മാർജിൻ ലോൺ ഈ മാർച്ച് മാസത്തിൽ 5%-ഓളം വർദ്ധിച്ചത് കല്യാൺ ജുവലേഴ്സിൻ്റെ പ്രതിമാസ എക്സ്പെൻഡിച്ചറിൽ 15 മുതൽ 20 ദശലക്ഷം രൂപയുടെ വർധനവിന് കാരണമായേക്കും എന്ന് അനലിസ്റ്റുകൾ പറയുന്നു. ഇത് കല്യാൺ ജുവലേഴ്സിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. എന്നാലും 2026 സാമ്പത്തിക വർഷത്തിൽ 4 ബില്യൺ രൂപയുടെ കടബാധ്യത കുറയ്ക്കാനുള്ള പ്ലാൻ കൂടി കല്യാൺ ജുവലേഴ്സിനുണ്ട്. അതായത് അഗ്രസീവ് എക്സ്പാൻഷനോടൊപ്പം തന്നെ
കമ്പനി അതിൻ്റെ ബാലൻസ് ഷീറ്റും ശക്തമാക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് 11% ഉയർന്ന സ്റ്റോക്കാണ്. ഒരു മാസത്തെ പെർഫോമൻസ് നോക്കിയാൽ 3% നെഗറ്റീവ് റിട്ടേൺ ആണ് കാണുന്നത്. 6 മാസം കൊണ്ട് സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിൽ നിന്നും 34% കറക്റ്റ് ആവുകയും ചെയ്തു. എന്നിട്ടും സ്റ്റോക്ക് ആവറേജ് മൂവിങ് ആവറേജ് റേഞ്ചുകൾക്ക് മുകളിൽ ട്രേഡ് ചെയ്യുന്നത് സ്റ്റോക്കിൻ്റെ സ്ട്രെങ്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്